ഹായ് ഫ്രണ്ട്സ്. 2025 CGL എക്സാം ആണല്ലേ അടുത്ത മാസം. ഓഗസ്റ്റ് 13 ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 30 ദിവസം ഉണ്ടല്ലേ. അപ്പോൾ എങ്ങനെ ഈ ഒരു 30 ദിവസം കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്ത് തീർക്കും? മോക്ക് മാത്രം അടിച്ചാൽ മതിയോ? അതോ ടോപ്പിക്കുകൾ പഠിക്കുമെങ്കിൽ നമ്മൾ ഈ 30 ദിവസം ഏത് ടോപ്പിക്ക് പഠിക്കും? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ 30 ഡേയ്സ് സീരീസ് അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ വീഡിയോസാണ് ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ അത് ഏതാണ് കാണേണ്ടത്? അത് നമ്മുടെ കയ്യിലുള്ള നോട്ടുകളാണെങ്കിൽ അതും കാണും ഒരുപാട്. അപ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്യാതെ നമുക്ക് തീർക്കാൻ പറ്റില്ല. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആർക്കൊക്കെ ആയിരിക്കും യൂസ്ഫുൾ ആകുന്നത്? ഓൾറെഡി മുന്നേ എക്സാംസ് എഴുതിയിട്ടുള്ളവർക്ക്, അതുപോലെ പുതിയതായിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ ഓൾറെഡി ജോലിക്ക് പോകുന്നവരില്ലേ, ജോലിക്ക് പോകുന്നവർക്ക് ഒരു ഫുൾ ഡേ ഇരിക്കാൻ പറ്റില്ല, അവർക്ക് കുറച്ച് നേരമേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അവർക്കും എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കി പോവാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഉണ്ട് സബ്ജക്റ്റായിട്ട്, അതുപോലെ ജി കെ തന്നെ ജോഗ്രഫി, പൊളിറ്റി, ഹിസ്റ്ററി അങ്ങനെ സ്റ്റാറ്റിക്കുകൾ എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് നോക്കിയാൽ നൗണ്, പ്രൊനൗണ് അങ്ങനെ തുടങ്ങി നമുക്ക് മെയിനായിട്ടുള്ള സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ്, എറർ ഡിറ്റക്ഷൻ അതെല്ലാം വരും. പിന്നെ മോക്കുകൾ നമുക്ക് ലൈവ് മോക്കുകൾ അടിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ ഞാനൊരു ഡെയിലി പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ ഞാൻ മാത്സ് നോക്കുമ്പോൾ ഇത്രയധികം ടോപ്പിക്കുകൾ എനിക്ക് നോക്കാനുണ്ട് അല്ലേ. പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ. സോ ഇതെല്ലാം ഓൾറെഡി പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എൻ്റെ നോട്ടുകൾ കാണും, കിട്ടാത്ത പല ടൈപ്പുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കണം. നമുക്കതിന് വേണ്ടി സമയം മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മൾ അഡ്വാൻസിലോട്ടൊക്കെ വരുമ്പോൾ ജോമെട്രിയിലെ തിയറംസ്, അതുപോലെ മെൻസുറേഷനിലെ ഫോർമുലാസ് അതെല്ലാം നമുക്ക് നോക്കാനുണ്ട്. എക്സാമിന് മുമ്പ് നമുക്കതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുകയും വേണം. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ GK എടുത്താൽ, അതുപോലെ ഇംഗ്ലീഷ് എടുത്താൽ അങ്ങനെയെല്ലാം നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കണം. നമുക്ക് ആദ്യം GKയുടെ കേസ് ഞാനൊന്ന് പറയാം. GKയുടെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം ഒന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ പൊളിറ്റി എടുത്തു. പൊളിറ്റിയെ ഞാനൊരു 3 ദിവസം കൊണ്ട് പഠിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, പിന്നെ മെയിനായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, DPSP. സോ ഇതെല്ലാം ഞാൻ നോക്കാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസമോ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ആർട്ടിക്കിൾസ്, അതുപോലെ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, CAG അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസും മെയിനായിട്ടുള്ള അവരുടെ സെലക്ഷൻ പ്രൊസീജിയറും ടേം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ. മൂന്നാമത്തെ ദിവസം ബാക്കി വരുന്ന സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, പിന്നെ നമ്മുടെ എമർജൻസി പ്രൊവിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൂന്നാമത്തെ ദിവസം നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പൊളിറ്റിക്ക് വേണ്ടി ഞാനൊരു 3 ദിവസം കൊടുത്തു. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ ഹിസ്റ്ററി നോക്കിയാൽ ഞാനൊരു 6 ദിവസം കൊണ്ട് ഹിസ്റ്ററി തീർക്കുന്ന രീതിയിൽ, ആദ്യമായിട്ട് പഠിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഏൻഷ്യൻ്റ് 2 ദിവസം. ആദ്യത്തെ ദിവസം ഹാരപ്പനും വേദിക്ക്, മഹാജനപദാസ്, അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ക്യാപിറ്റൽസ് അതെല്ലാം നോക്കി പോകണം. ബുദ്ധിസം, ജൈനിസമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ ദിവസം ഏൻഷ്യൻ്റിൽ നമ്മുടെ മൗര്യാസ്, പോസ്റ്റ് മൗര്യാസ്, പിന്നെ സംഗമര, ഗുപ്താസ്, പോസ്റ്റ് ഗുപ്താസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ദിവസം നോക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. പിന്നെ മെഡീവൽ ഇന്ത്യ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഡൽഹി സുൽത്താനേറ്റും വിജയനഗരെ നോക്കാം. രണ്ടാമത് മുഗൾസും മറാത്താസും നോക്കാം. ഓക്കെ. മോഡേൺ ഇന്ത്യക്കും തിരിച്ചുകൂടെ നമുക്ക് ആ റിഫോം മൂവ്മെൻറ്റ്സ് നോക്കാൻ പറ്റും. പിന്നെ 1857 റിവോൾട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, INCയുടെ ഫോർമേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ രണ്ടാമത് നമുക്ക് എന്ത് നോക്കാം, വൈസ്രോയി, പിന്നെ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ വർഷം, അതിൻ്റെ ലീഡേഴ്സ് ആര്, മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം വേണ്ടുന്ന എല്ലാം നമുക്ക് ഒരു 6 ദിവസം കൊണ്ട് ഹിസ്റ്ററി നോക്കി പോകാൻ പറ്റും. സോ ഇങ്ങനെ നോക്കുമ്പോൾ ഗുണം എന്തുവാ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, ഒന്ന് റിവൈസ് ചെയ്യാത്തതിൻ്റെ പേരിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റിവൈസ് ചെയ്ത് എത്തിക്കാൻ പറ്റും ഒരു 6 ദിവസം കൊണ്ട്. ഓക്കെ. അതുപോലെ ബാക്കി സബ്ജക്റ്റും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിയാലോ. ഇപ്പോൾ ജോഗ്രഫിക്ക് ഞാനൊരു 3 ദിവസമാണ് കൊടുത്തത്. 3 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാം? സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ കോണ്ടിനെൻസുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇല്ലേ, അപ്പോൾ അതെല്ലാം ഞാനൊരു ഫസ്റ്റ് ഡേയിൽ നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രണ്ടാമത് വരുമ്പോൾ വിൻഡ്, സൈക്ലോൺസ്, നമ്മുടെ ഹിമാലയാസ്, അതുപോലെ റിവർ സിസ്റ്റം, അപ്പോൾ അതൊക്കെ രണ്ടാമത്തെ ദിവസം നോക്കാം. അപ്പോൾ മൂന്നാമത് നമ്മൾ എന്ത് പഠിക്കും? ബാക്കി വരുന്ന കാര്യങ്ങൾ അല്ലേ, സോയിലിൻ്റെ ഫോർമേഷന്, അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതുപോലെ മൺസൂൺസ്, ടൈപ്പ് ഓഫ് മൺസൂൺസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനൊരു മൂന്നാമത്തെ ദിവസം നോക്കാൻ തീരുമാനിച്ചു. ജോഗ്രഫിക്ക് വേണ്ടിയിട്ടും ഒരു 3 ദിവസം ഞാൻ അസൈൻ ചെയ്തു. ഓക്കെ. അപ്പോൾ ബാക്കി ഇനി നമുക്ക് എന്തുണ്ട്? എക്കണോമിക്സ് ഇതുപോലെ ഒരു 2 ദിവസം കൊണ്ട് നോക്കി തീർത്തൂടെ നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം.
ബേസിക്സ് ഓഫ് എക്കണോമിക്സ് നോക്കാം, അതുപോലെ മറ്റേ GDP GNP NNP. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർമുലാസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരു ദിവസം നോക്കി. പിറ്റേ ദിവസം നമ്മൾ അതിൻ്റെ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, 5 ഇയർ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ദിവസം നോക്കി. അപ്പോൾ ഒരു എക്കണോമിക്സിന് 2 ദിവസം കൊണ്ട് നമുക്ക് നോക്കി തീർക്കാൻ പറ്റും. അതുപോലെ സയൻസ് എടുത്താൽ ഒരു 6 ദിവസം, 2 ദിവസം വെച്ച് ബയോളജിക്ക് ഒരു 2 ദിവസം, ഫിസിക്സ് 2, കെമിസ്ട്രി 2 എന്നുള്ള രീതിയിൽ കൊടുത്തു. ബയോളജി നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം എന്ത് നോക്കാം? സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ആദ്യത്തെ ദിവസം നോക്കിപ്പോവും. ഡിസീസസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം നമുക്ക് ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി അങ്ങനെയുള്ള സിസ്റ്റംസും കാര്യങ്ങളെല്ലാം നമുക്ക് രണ്ടാമത്തെ ദിവസം നോക്കാം. അപ്പോൾ ഇതിന് അത്യാവശ്യം മെയിനായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മൾ അവിടെ കവറായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫിസിക്സ് എടുത്തുകൂടെ? ഗ്രാവിറ്റി, മോഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ലോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ ദിവസം നോക്കി. മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ദിവസം നോക്കും. അപ്പോൾ തന്നെ അതിൽ നിന്ന് മെയിനായിട്ട് എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിപ്പോയി. കെമിസ്ട്രിക്കും ഇതേപോലെ തന്നെ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ആസിഡ് ബേസ് ഒക്കെ ഫസ്റ്റ് ദിവസം നോക്കാം. അതുപോലെ അറ്റോമിക് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പീരിയോഡിക് ടേബിളും അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ രണ്ടാമത്തെ ദിവസം നോക്കി. അപ്പോൾ ഇങ്ങനെ ഇത് നിങ്ങൾക്ക് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടാണെങ്കിലും നമുക്കിത് ഇതുപോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടുന്നതെല്ലാം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് തിരിച്ചത്? നമ്മൾ പൊളിറ്റി എങ്ങനെ പഠിക്കണം, എത്ര ദിവസം കൊടുക്കണം നോക്കി. അതുപോലെ ഹിസ്റ്ററി ഏൻഷ്യൻറ്റും മിഡീവലും മോഡേണും എത്ര ദിവസം വെച്ച് കൊടുക്കാം നോക്കി. ജോഗ്രഫി നോക്കി, എക്കണോമിക്സ് നോക്കി, അതുപോലെ നമ്മുടെ സയൻസ് നോക്കി. അത്യാവശ്യം നമ്മൾ GK ടോപ്പിക്കുകൾ നമ്മൾ തിരിച്ചില്ലേ? നമുക്കിപ്പോൾ എത്ര ദിവസമായി? 6 2 8 8 3 11 11 6 17 ദിവസം. ഒരു 17 ദിവസം കൊണ്ട് ഓർണം ഉണ്ടല്ലേ, പൊളിറ്റി ഉണ്ട്. ഓക്കെ, 20 ദിവസം കൊണ്ട് നമ്മൾ ആ മെയിൻ GK സാധനങ്ങളെല്ലാം റിവൈസ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ദിവസം നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ ഗരണാസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെയുള്ള സെൻസസ്, അത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് GK നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ GKയുടെ ആയി അല്ലേ? ഇനി ബാക്കി, അപ്പോൾ നമ്മൾ GKയുടെ കാര്യം എങ്ങനെ 30 ദിവസം കൊണ്ട് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാക്കി ഇനി മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് ഉണ്ട്. റീസണിങ് മോക്കുകൾ അടിക്കുമ്പോൾ കിട്ടിക്കൊള്ളത്തില്ലേ? അപ്പോൾ ഏതിലെങ്കിലും ടോപ്പിക്ക് സംശയമുള്ളവർ ആ ടോപ്പിക്കിൻ്റെ ക്ലാസ് കാണുകയും അത് ക്ലിയർ ആക്കുകയും ചെയ്താൽ മതിയാവും. റീസണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു സമയം മാറ്റി വെക്കണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന മാർക്ക് കുറവാണ്, റീസണിങ്ങിന് മോക്കടിക്കുമ്പോൾ മാർക്ക് കുറവാണെന്നൊക്കെ കാണുവാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് സംശയമുള്ളവർ കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും അവർ സെക്ഷണൽ വൈസ് അടിച്ചിരിക്കണം. ഓക്കെ, അത് മതിയാവും. റീസണിങ്ങിന് അത് മതിയായിരിക്കും. അപ്പോൾ നമ്മൾ GK എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി മാത്സും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ഞാനൊരു കലണ്ടറിനകത്താക്കി കാണിച്ചു തരാം. ഒരു ഡെയിലി പ്ലാൻ പോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇന്ന് തൊട്ടുള്ള ടാർഗറ്റാണ് ഞാനിത് എഴുതിയത്, പെട്ടെന്ന് എഴുതി തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഞാനത് സൂം ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ മാത്സിനെ ഇപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ നമ്പർ സിസ്റ്റവും അതുപോലെ ബേസിക് മാത്സ് കാര്യങ്ങളെല്ലാം നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രണ്ടാമത് ഞാൻ LCM ആൻഡ് HCF ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മൂന്നാമത് പെർസെൻറ്റേജിന് കൊടുത്തു. മൂന്നാമത്തെ ദിവസം പെർസെൻറ്റേജ് 2 ദിവസത്തേക്ക് കൊടുത്തു. അതുപോലെ റേഷ്യോ പ്രൊപ്പോർഷൻ 2 ദിവസത്തേക്ക് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ഞായറാഴ്ച ഞാനൊരു പെൻഡിങ് ഡേ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഏതെങ്കിലും എനിക്ക് പെൻഡിങ് ഉണ്ടെങ്കിലോ അതൊക്കെ തീർക്കുന്ന ഒരു പെൻഡിങ് ഡേ ആയിട്ടാണ് ഞാൻ ഞായറാഴ്ച വെച്ചേക്കുന്നത്. അതുപോലെ റിവിഷൻ ഡേയും. ഓക്കെ, മോക്കുകൾ പഠിക്കാം കേട്ടോ. ഞായറാഴ്ചയൊക്കെ ലൈവ് മോക്കുകൾ കാണത്തില്ലേ? ഒലീവ് ബോർഡിൻ്റെ, RBIയുടെ ഒക്കെ ലൈവ് മോക്കുകൾ കാണും. അതും നമുക്ക് ഞായറാഴ്ചകളിൽ അടിക്കാവുന്നതാണ്. അതുപോലെ അടുത്ത ദിവസവും ഞാൻ എന്തൊക്കെ രീതിയിൽ പഠിക്കണം. പൊളിറ്റി ഇവിടെ കണ്ടോ? പൊളിറ്റി ഒരു 3 ദിവസത്തേക്കുള്ള പൊളിറ്റി നമ്മൾ പറഞ്ഞില്ലേ, പൊളിറ്റി എത്ര ദിവസത്തേക്കാണ് പഠിക്കേണ്ടതെന്ന്. അതുപോലെ ബയോളജി ഞാനൊരു 2 ദിവസത്തേക്കല്ല അസൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ GK സ്പ്ലിറ്റ് ചെയ്തതിനനുസരിച്ച് ഞാൻ ഓരോ ദിവസം ഒരു കലണ്ടർ പോലെ സെറ്റ് ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കും സെറ്റ് ചെയ്യാം. ഞാനിത് പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇത് വെച്ച് കണ്ടോ, ഇപ്പം നമ്മൾ ഈ ഒരു അടുത്ത മാസം ആകുമ്പോഴത്തേക്ക്, അടുത്ത ഒരു 9-ാം തീയതി 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ടുള്ള ആ GK നമ്മൾ സ്പ്ലിറ്റ് ചെയ്തില്ലായിരുന്നോ, അതെല്ലാം നമ്മൾ റിവൈസ് ചെയ്ത് തീർക്കും. മാത്സും അതുപോലെ ജോമെട്രിക്ക് ഒരു 3 ദിവസം കൊടുത്തു, മെൻസുറേഷന് 2 ദിവസം കൊടുത്തു. അങ്ങനെ നമുക്കത് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ബാക്കി ഒരു 2-3 ദിവസം കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. അന്നേരം നമുക്കിതെല്ലാം അത്യാവശ്യം വേണ്ടുന്നത് നമ്മൾ ആ മോക്ക് അടിച്ചതിനകത്തുള്ള കാര്യങ്ങളും എല്ലാം തെറ്റിപ്പോയതെല്ലാം നമുക്ക് നോക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങളൊന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണത്തില്ലേ? ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ജോലിക്ക് പോകുന്നവർ, അതുപോലെ ഫുൾ ടൈം പഠിക്കാൻ പറ്റാത്തവർ, പിന്നെ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ. സോ അവരോട് നമുക്ക് ഫുൾ കണ്ടൻറ്റ് പഠിക്കണം, റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും?
സെക്ഷൻ വൈസ് മോക്കുകൾ ഉറപ്പായിട്ട് അവർക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സെക്ഷണൽ വൈസ് മോക്കുകൾ അടിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കയറിയിട്ട് ഇപ്പം നമ്മൾ ഈ പ്ലാൻ പ്രകാരം ഫസ്റ്റ് ഡേ നമുക്ക് പൊളിറ്റി പഠിക്കണം, അതുപോലെ ആദ്യത്തെ ദിവസം നമുക്ക് നൗൺ പഠിക്കണം, നാളെ നമ്മൾ പ്രോണൗൺ പഠിക്കും, ആർട്ടിക്കിൾ പഠിക്കും അല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം അവർ ഈ നൗണിൻ്റെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ കയറിയിട്ട് ഇംഗ്ലീഷിൻ്റെ അതിനകത്തില്ലേ സെക്ഷണൽ വൈസ് ഇംഗ്ലീഷിൻ്റെ ഇല്ലേ, അപ്പോൾ അതിൽ കയറുക, നൗണിൻ്റെ സെക്ഷണൽ വൈസ് അടിക്കുക. പിറ്റേ ദിവസം പ്രോണൗൺ ആണ്, അപ്പോൾ അതടിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. അങ്ങനെ ഓരോ ദിവസത്തെയും നമ്മുടെ ടാർഗറ്റ് വെച്ചിട്ടുള്ള സെക്ഷണൽ വൈസ് മോക്ക് അവർ അടിച്ചിരിക്കണം. അല്ലാത്തവരെന്താ ചെയ്യേണ്ടത്, ഈ ടോപ്പിക്ക് നമ്മുടെ കയ്യിലുള്ള നോട്ട്, നൗണിൻ്റെ നോട്ട് ഉണ്ടെങ്കിൽ ആ നൗണിൻ്റെ നോട്ട് നമ്മൾ റിവൈസ് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് പോയി ആ സെക്ഷൻ വൈസ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 30 ദിവസം കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്കെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഡെയിലി ട്രാക്കർ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം പൊളിറ്റി പഠിക്കാൻ പറഞ്ഞു, പൊളിറ്റി പഠിച്ചോ, പഠിച്ചെങ്കിൽ ടിക്ക് ചെയ്തിടണം. നൗൺ പഠിക്കാൻ പറഞ്ഞു, നൗൺ പഠിച്ചോ, ടിക്ക് ചെയ്തിടണം. അപ്പോൾ ഇന്ന് എനിക്ക് മോക്കടിക്കാൻ തോന്നി, പക്ഷേ ഞാൻ മോക്കടിച്ചില്ല, അപ്പോൾ ഞാൻ ഇൻറ്റ് ചെയ്തിട്ടു. അങ്ങനെ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്ത് ഒരു ഡെയിലി ട്രാക്കറും കൂടെ നമ്മൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ആ റിവിഷൻ ഡേയിൽ നമുക്ക് പെൻഡിങ് ഉള്ളതും പഠിക്കാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളതെന്നുള്ളത് നമുക്കത് നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ, 30 ദിവസം നന്നായിട്ട് മെനക്കെടുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.